തൃശൂർ റെയിൽവേ സ്റ്റേഷനിന്റെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലെ തിരക്കുകൾക്കിടയിൽ കാലത്തിന്റെ കണക്കുകൾ തെറ്റിയ ഘടികാരം പോലെ അവളിരുന്നു. എറണാകുളത്തേക്കുള്ള പരശുരാം എക്സ്പ്രസ് കിതച്ചുകൊണ്ടുവന്നു നിന്നപ്പോൾ സ്റ്റേഷനിലാകെ മനുഷ്യരുടെ ഒഴുക്കായിരുന്നു. ഓഫീസുകളിലേക്കും കോളേജുകളിലേക്കും ഓടുന്നവർ, പ്രതീക്ഷകളുടെ ഭാണ്ഡക്കെട്ടുകളുമായി ദൂരയാത്ര പോകുന്നവർ. ആ തിരക്കിനിടയിൽ സ്റ്റേഷനിന്റെ വടക്കേ അറ്റത്തെ സിമന്റ് ബെഞ്ചിന്റെ ചുവട്ടിൽ അഴുക്കുപിടിച്ച സാരിത്തുമ്പിൽ മുഖമൊളുക്കിച്ച് അവൾ ചുരുണ്ടുകൂടിയിരുന്നു. അവൾക്ക് പേരില്ലായിരുന്നു, അല്ലെങ്കിൽ എന്നോ എപ്പോഴോ ആരൊക്കെയോ വിളിച്ചിരുന്ന ഒരു പേര് അവൾ മറന്നുപോയിരിക്കുന്നു. സ്റ്റേഷനിലെ പോർട്ടർമാർ അവളെ ഭ്രാന്തിയെന്ന് വിളിച്ചു, കച്ചവടക്കാർ അവളെ ശല്യമെന്ന് വിളിച്ചു. പക്ഷേ അവൾ വെറുമൊരു ശൂന്യതയായിരുന്നു. അവളുടെ മുടി ജട പിടിച്ച് ചെമ്മണ്ണും എണ്ണമയവും കലർന്ന് വികൃതമായിരുന്നു. മുഖത്തെ ചുളിവുകളിൽ നഗരത്തിലെ പൊടി പറ്റിപ്പിടിച്ചിരുന്നു. കണ്ണുകൾ, ആ കണ്ണുകളിലായിരുന്നു ഏറ്റവും വലിയ ശൂന്യത. ഒരു കിണറ്റിലേക്ക് നോക്കുമ്പോൾ തോന്നുന്ന ആഴമില്ലാത്ത ഇരുട്ട്. ആ കണ്ണുകൾക്ക് തിളക്കമുണ്ടായിരുന്നത് വിശക്കുമ്പോൾ മാത്രമായിരുന്നു. "മാറിപ്പോടി അവിടുന്ന്!" ചായക്കടയിലെ പയ്യൻ ചൂടുവെള്ളമൊഴിച്ച പാത്രം കഴുകുന്നതിനിടയിൽ ആക്രോശിച്ചു. അഴുക്കുവെള്ളം അവളുടെ കാലിലേക്ക് തെറിച്ചു. അവൾ ഞെട്ടിയില്ല, പ്രതിഷേധിച്ചില്ല. വെറുതെ ആ പയ്യനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ ദേഷ്യമില്ലായിരുന്നു, പകരം എന്തിനെന്നില്ലാത്ത ഒരു ചോദ്യം മാത്രം. അവൾ സാരിയുടെ തുമ്പുകൊണ്ട് കാൽ തുടച്ചു. കുറച്ചുകൂടി ഉള്ളിലേക്ക്, ഇരുട്ടിലേക്ക് വലിഞ്ഞിരുന്നു. അവൾക്ക് ലോകത്തോട് പരാതികളില്ലായിരുന്നു, കാരണം ലോകം അവൾക്ക് അപരിചിതമായിരുന്നു. ഇടയ്ക്കിടെ അവളുടെ ചുണ്ടുകൾ അനങ്ങും. ആരും കേൾക്കാത്ത, ആർക്കും മനസ്സിലാകാത്ത ഭാഷയിൽ അവൾ ആരോടോ സംസാരിക്കും. ചിലപ്പോൾ ചിരിക്കും, ചിലപ്പോൾ വിതുമ്പും. ആ വിതുമ്പലുകൾ സ്റ്റേഷനിലെ അനൗൺസ്മെന്റുകൾക്കും ട്രെയിനുകളുടെ ഹോൺ വിളികൾക്കുമിടയിൽ അലിഞ്ഞുപോയി. പക്ഷേ ആ തിരക്കിനിടയിലും അവളെ ശ്രദ്ധിക്കുന്ന ചില കണ്ണുകളുണ്ടായിരുന്നു, മനുഷ്യരുടേതല്ല. ആ പ്ലാറ്റ്ഫോമിന്റെ പല കോണുകളിലായി കിടന്നിരുന്ന മുറിവേറ്റതും ക്ഷീണിച്ചതുമായ ചില തെരുവുനായ്ക്കൾ. അവയുടെ ചെവികൾ കൂർത്തു, വാലുകൾ മെല്ലെ അനങ്ങി. മനുഷ്യർക്ക് കാണാൻ കഴിയാത്ത എന്തോ ഒന്ന് അവരവിടെ കണ്ടിരുന്നു. അവൾ തനിച്ചല്ല. അധ്യായം 2. ഭൈരവനും കൂട്ടരും. വെയിൽ ചാഞ്ഞു തുടങ്ങി. സ്റ്റേഷനിലെ തിരക്കിന് അല്പം ശമനം വന്നു. വിശപ്പ് അതിന്റെ ഉച്ചസ്ഥായിയിലെത്തിയപ്പോൾ അവൾ മെല്ലെ എഴുന്നേറ്റു. ദിവസങ്ങളായി കാര്യമായ ഭക്ഷണം ഉള്ളിൽ ചെന്നിട്ടില്ല. പ്ലാറ്റ്ഫോമിലെ വേസ്റ്റ് ബിന്നുകൾക്കരികിലേക്ക് അവൾ നടന്നു. അവിടെ പ്ലാസ്റ്റിക് കവറുകൾക്കും കടലാസുകൾക്കുമിടയിൽ ആരോ ഉപേക്ഷിച്ച ബിരിയാണിയുടെ അവശിഷ്ടം. പഴകിയ മണം വരുന്നുണ്ടായിരുന്നു, പക്ഷേ വിശപ്പിന് മണമില്ലല്ലോ. അവൾ വിറയ്ക്കുന്ന കൈരൽ കൊണ്ട് ആ പൊതിയെടുത്തു. അപ്പോഴാണ് അവ വന്നത്. 3 നായ്ക്കൾ. ഒന്ന് കറുത്തിരുണ്ട വലതു ചെവിയിൽ വലിയൊരു മുറിപ്പാടുള്ള വലിയൊരു നായ. അവനായിരുന്നു അവരുടെ തലവൻ. സ്റ്റേഷനിലെ പോലീസുകാർ പോലും ഭയത്തോടെ നോക്കുന്ന ഭൈരവൻ. രണ്ടാമത്തേത് തവിട്ട് നിറമുള്ള മെലിഞ്ഞ വയറൊട്ടിപ്പോയ ഒരു പെൺനായ. അവളുടെ കണ്ണുകളിൽ എപ്പോഴും ഒരു സങ്കടമുണ്ടായിരുന്നു. അവളെ നമുക്ക് ചിരുത എന്ന് വിളിക്കാം. മൂന്നാമത്തേത് ഒരു കാലിന് സ്വാധീനമില്ലാത്ത, നടക്കുമ്പോൾ വേച്ചുപോകുന്ന ഒരു ചെറിയ നായ, കുഞ്ഞൻ. മറ്റുള്ളവർക്ക് മുന്നിൽ കുരച്ചു ചാടുന്ന ഭൈരവൻ, പക്ഷേ അവളുടെ മുന്നിൽ ഒരു പൂച്ചക്കുട്ടിയെപ്പോലെ വാലാട്ടി നിന്നു. അവൾക്ക് ഭയമുണ്ടായില്ല. ആ നായ്ക്കളുടെ കണ്ണുകളിൽ കണ്ടത് മനുഷ്യരുടെ കണ്ണുകളിൽ കാണാത്ത ഏതോ ഒരു തിളക്കമായിരുന്നു. സ്നേഹം, നിരുപാധികമായ സ്നേഹം. അവൾ കിട്ടിയ ആ ഭക്ഷണപ്പൊതി തുറന്നു. ആകെ കുറച്ചു വറ്റുകൾ മാത്രം. അവളുടെ വയർ കാളുന്നുണ്ടായിരുന്നു. പക്ഷേ മുന്നിൽ വാലാട്ടി നിൽക്കുന്ന കുഞ്ഞനെ കണ്ടപ്പോൾ അവളുടെ ഉള്ളിലെ അമ്മയുണർന്നു. അവൾ ആ ഭക്ഷണം 2ആയി പകുത്തു. ഒരു പങ്ക് ഭൈരവനും കൂട്ടർക്കുമായി താഴെ വെച്ചു. ബാക്കി പങ്ക് അവളും കഴിച്ചു. "കഴിച്ചോ?" അവൾ അവ്യക്തമായി മൊഴിഞ്ഞു. അത് മനുഷ്യഭാഷയായിരുന്നില്ല, പക്ഷേ നായ്ക്കൾക്ക് അത് മനസ്സിലായി. അവർ ആർത്തിയോടെ അത് കഴിച്ചു. ഇടയ്ക്കിടെ നന്ദിയോടെ അവളെ നോക്കി. കഴിച്ചു കഴിഞ്ഞപ്പോൾ ഭൈരവൻ അവളുടെ അരികിൽ വന്ന് കിടന്നു. അവളുടെ കാലിൽ തലവെച്ചു. ആ സ്പർശനം അവൾക്ക് നൽകിയ ആശ്വാസം ചെറുതല്ലായിരുന്നു. സ്റ്റേഷനിലെ തണുത്ത കാറ്റിൽ ആ മൃഗത്തിന്റെ ശരീരചൂട് അവൾക്കൊരു പുതപ്പായി മാറി. ലോകം മുഴുവൻ അവളെ ഭ്രാന്തിയെന്ന് വിളിച്ചു പരിഹസിച്ചപ്പോൾ ഭൈരവനും ചിരുതയും കുഞ്ഞനും അവളെ തങ്ങളുടെ യജമാനത്തിയായി, അല്ല അമ്മയായി കണ്ടു. അവർക്കു ചുറ്റും അവർ ഒരു അദൃശ്യമായ ലക്ഷ്മണരേഖ വരച്ചിരുന്നു. അധ്യായം 3. ഇരുട്ടിന്റെ യജമാനന്മാർ. രാത്രി 11 മണി. തൃശൂർ സ്റ്റേഷൻ പതുക്കെ ഉറക്കത്തിലേക്ക് വഴുതി വീഴാൻ തുടങ്ങുന്ന സമയം. ദീർഘദൂര ട്രെയിനുകൾ വരാനുള്ള കാത്തിരിപ്പിലാണ് പ്ലാറ്റ്ഫോമുകൾ. നിയോൺ ലൈറ്റുകളുടെ വെളിച്ചത്തിന് മഞ്ഞ നിറം കലർന്നു തുടങ്ങി.
അവൾ തന്റെ സ്ഥിരം സ്ഥലമായ പാർസൽ ഓഫീസിന് പിറകിലെ ഇരുണ്ട മൂലയിലേക്ക് നീങ്ങി. അവിടെ പഴയ ചാക്കുകെട്ടുകൾ കൂട്ടിയിട്ടൊരു കോണുണ്ട്. അതാണ് അവളുടെ വീട്. നായ്ക്കൾ അവൾക്ക് ചുറ്റും വട്ടത്തിൽ കിടന്നു. ഭൈരവൻ മാത്രം ഉറങ്ങാതെ തല ഉയർത്തി ചുറ്റും നോക്കിക്കൊണ്ടിരുന്നു. പകൽ വെളിച്ചത്തിൽ മാന്യന്മാരായി നടക്കുന്ന പലരും രാത്രിയാകുമ്പോൾ വേഷം മാറുന്നത് ഈ സ്റ്റേഷനിലെ പതിവ് കാഴ്ചയാണ്. രണ്ടുപേർ, മുഷിഞ്ഞ പാൻസും ഷർട്ടും ധരിച്ചവർ. അവരുടെ നടത്തിലൊരു തളർച്ചയുണ്ടായിരുന്നു, മദ്യത്തിന്റെ ലഹരി. അവർ പ്ലാറ്റ്ഫോമിന്റെ അറ്റത്തുനിന്നും വേച്ചു വരുന്നുണ്ടായിരുന്നു. അവരുടെ കണ്ണുകൾ എന്തോ തിരയുകയായിരുന്നു. അല്ല, ആരെയോ തിരയുകയായിരുന്നു. അവൾ അവിടെ ഉണ്ടാവും, ആ ഭ്രാന്തി. ആരും ചോദിക്കാനില്ലാത്തവളല്ലേ, നമുക്ക് നോക്കാം എന്നവരിലൊരാൾ കുഴഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. മറ്റേയാൾ ചിരിച്ചു. ആ ചിരിയിൽ കാമം മാത്രമായിരുന്നു. അവർ ഇരുട്ടിലേക്ക് നടന്നു. നായ്ക്കൾ കിടക്കുന്ന സ്ഥലത്തെത്തി. ഭൈരവൻ പതുക്കെ എഴുന്നേറ്റു. അവന്റെ തൊണ്ടയിൽ നിന്നൊരു മുരൾച്ചയുയർന്നു. അത് വെറുമൊരു ശബ്ദമായിരുന്നില്ല, അതൊരു താക്കീതായിരുന്നു. മാറിപ്പോടാ അവിടുന്ന്. അവരിലൊരാൾ കയ്യിലിരുന്ന വടി വീശി. ഭൈരവൻ കുരച്ചു ചാടി. ചിരുതയും കുഞ്ഞനും അവൾക്ക് മുന്നിൽ ഒരു മതിലായി നിന്നു. അവൾ ഭയത്തോടെ വിറച്ച് ചാക്കുകെട്ടുകൾക്കിടയിലേക്ക് ചുരുണ്ടുകൂടിയിരുന്നു. അവളുടെ കണ്ണുകളിൽ ഭയം നിഴലിച്ചു. പഴയ ഏതോ ഓർമ്മകൾ, വേദനകൾ അവളെ വേട്ടയാടി. ഇവറ്റെ ഇവിടുന്ന് ഊടിക്കണം. വന്നവൻ കല്ലെടുത്തെറിഞ്ഞു. കുഞ്ഞന്റെ ദേഹത്ത് കല്ലുകൊണ്ടു. അവൻ വേദനയോടെ മോങ്ങി. ഭൈരവൻ വിട്ടില്ല. അവൻ അവരുടെ കാലിലേക്ക് പാഞ്ഞടുത്തു. ബഹളം കേട്ട റെയിൽവേ പോലീസുകാർ അങ്ങോട്ട് വരുന്നത് കണ്ടപ്പോൾ ആ കാമഭ്രാന്തർമാർ പിന്തിരിഞ്ഞു. നാളെ കാണിച്ചു തരാമടാ പട്ടി എന്ന് ആക്രോശിച്ചുകൊണ്ട് അവർ ഇരുട്ടിലേക്ക് മറഞ്ഞു. പോലീസുകാരൻ ടോർച്ചടിച്ചു നോക്കി. ഓ, ആ ഭ്രാന്തിയും പട്ടികളും, പോയി കിടക്കുവിൻ എന്നവൾ പറഞ്ഞു തിരിഞ്ഞു നടന്നു. അപകടം തൽക്കാലത്തേക്ക് ഒഴിഞ്ഞുപോയി. പക്ഷേ ഭൈരവൻ അറിയാമായിരുന്നു അത് അവസാനിച്ചിട്ടില്ലെന്ന്. അവൻ അവളുടെ അടുത്തു ചെന്നു. അവളുടെ കൈകൾ നക്കി. ഞങ്ങൾ ഉണ്ട് കൂടെ എന്ന് പറയാതെ പറഞ്ഞു. അവൾ ഭൈരവനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ആ കരച്ചിലിന് വലിയ അർത്ഥങ്ങളുണ്ടായിരുന്നു. ആരും കേൾക്കാത്ത, ആർക്കും വേണ്ടാത്ത ഒരു മനുഷ്യയുടെ നിലവിളി. ആ രാത്രിയിൽ സ്റ്റേഷനിലെ ഇരുമ്പ് തൂണുകൾ പോലും ആ കരച്ചിൽ കേട്ട് മരവിച്ചു നിന്നു. തൃശൂർ നഗരമുണർന്നത് വടക്കുന്നാഥന്റെ മണ്ണിലേക്കുള്ള ഭക്തജനങ്ങളുടെ ഒഴുക്കോടെയാണ്. റെയിൽവേ സ്റ്റേഷനിലെ സ്പീക്കറുകളിൽ അനൗൺസ്മെന്റുകൾ മുറതെറ്റാതെ മുഴങ്ങി. തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള വേണാട് എക്സ്പ്രസ് ഉടൻ തന്നെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലെത്തുന്നതാണ്. ആ തിരക്കിനിടയിൽ സ്റ്റേഷനിലെ സിമന്റ് ബെഞ്ചിന്റെ കാലിനടിയിൽ അവൾ ഉണർന്നു. രാത്രിയിലെ തണുപ്പിൽ മരവിച്ച കൈകാലുകൾ അവൾ ഒന്ന് ഒഴിഞ്ഞു. അടുത്തുകിടന്നിരുന്ന ഭൈരവൻ എപ്പോഴേ ഉണർന്ന് കാവൽ നിൽക്കുകയാണ്. ചിരുതയും കുഞ്ഞനും അവളുടെ സാരിത്തുമ്പിൽ ചുരുണ്ടുകൂടി കിടപ്പവരു. ഇന്നൊരു വിശേഷ ദിവസമാണെന്ന് തോന്നുന്നു. സ്റ്റേഷനിൽ തിരക്ക് കൂടുതലാണ്. കാവ്യവസ്ത്രം ധരിച്ച സ്വാമിമാരും നിറപ്പഴിക്കാർന്ന പട്ടുപാവടയിട്ട കുട്ടികളും. അവൾ കൗതുകത്തോടെ ആ കുട്ടികളെ നോക്കി. അവളുടെ മനസ്സിൽ എവിടെയോ ഒരു മിന്നലാട്ടം. പണ്ട്, വളരെ പണ്ട്, ഇതുപോലെ പട്ടുപാവടയിട്ട ഒരു കുട്ടി തന്റെ കൈ പിടിച്ചു നടന്നതോ, അതോ അതൊരു സ്വപ്നമായിരുന്നോ? എന്താടി നോക്കി നിൽക്കുന്നത്? വല്ല പിള്ളാരെയും തട്ടിയെടുക്കാൻ പ്ലാനുണ്ടോ? യാത്രക്കാരിലൊരാൾ, മാന്യമായി വസ്ത്രം ധരിച്ച ഒരു മധ്യവയസ്കൻ, അവളുടെ നോട്ടം കണ്ട അസ്വസ്ഥനായി ഒച്ചവെച്ചു. ചുറ്റുമുള്ളവർ അവളെ സംശയത്തോടെ നോക്കി. അവൾക്കാ വാക്കുകളുടെ അർത്ഥം മനസ്സിലായില്ലെങ്കിലും ആ സ്വരത്തിലെ വെറുപ്പ് അവൾ തിരിച്ചറിഞ്ഞു. അവൾ വേഗത്തിൽ കണ്ണുകൾ പിൻവലിച്ചു, തല കുനിച്ചു. ഭൈരവൻ ആ മനുഷ്യനെ നോക്കിയൊന്ന് മുരണ്ടു. വായടക്കട പട്ടി! അയാൾ കാലുകൊണ്ട് ആഞ്ഞുവീശി. ഭൈരവൻ ഒഴിഞ്ഞുമാറി. സമൂഹം അങ്ങനെയാണ്. വൃത്തികെട്ട വസ്ത്രം ധരിച്ചവളെ ഭ്രാന്തിയായും മക്കളെ തട്ടിയെടുക്കുന്നവളായും അവർ മുദ്രകുത്തുന്നു. എന്നാൽ വർത്ഥത്തിൽ അവൾ ആഗ്രഹിച്ചത് ആ കുഞ്ഞുങ്ങളുടെ ചിരിയൊന്ന് കാണാൻ മാത്രമായിരുന്നു. ആ നിമിഷം അവളുടെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ സിമന്റ് തറയിലേക്ക് വീണു. അതുണങ്ങാൻ അധികം സമയം വേണ്ടിവന്നില്ല. ഉച്ചയായപ്പോൾ വിശപ്പ് സഹിക്കാനാവാതെ അവൾ നടന്നു. സ്റ്റേഷന് പുറത്തെ ചെറിയ ഹോട്ടലിന്റെ പിൻവശത്തേക്ക്. അവിടെ ഒരു വേലിക്കപ്പുറം നിന്നവൾ കൈനീട്ടി. കൈലിയും ബനിയനുമിട്ട കടയുടമ അല്പം കരുണയുള്ളവനായിരുന്നു. അയാൾ ഒരു പഴയ പത്രക്കടലാസിൽ 2 ദോശയും അല്പം ചമ്മന്തിയും വെച്ചുകൊടുത്തു. ഇന്നലെ വന്നില്ലല്ലോ, എവിടെ പോയിരുന്നു? അയാൾ വെറുതെ ചോദിച്ചു. അവൾക്ക് മറുപടിയില്ല. അവൾ ആ പൊതി വാങ്ങി വേഗത്തിൽ നടന്നു. തനിക്കായി കാത്തിരിക്കുന്ന 3 വയറുകൾ അവിടെയുണ്ടെന്നവൾക്കറിയാം. തിരിച്ചു വരുമ്പോൾ അവൾ കണ്ടു, കുഞ്ഞൻ ഒരു റെയിൽവേ ട്രാക്കിലൂടെ വേച്ചു നടക്കുന്നു. ദൂരെ നിന്ന് ട്രെയിനിന്റെ വിസില് കേൾക്കാം. അവൾക്ക് നെഞ്ചിലൊരു ആളിപ്പടർന്നായിരുന്നു. ആ അവൾ ശബ്ദമുണ്ടാക്കി, കൈകൾ വീശി. ഭൈരവൻ അത് കണ്ടു. അവൻ മിന്നൽ വേഗത്തിൽ പാഞ്ഞു ചെന്ന് കുഞ്ഞന്റെ കഴുത്തിന് കടിച്ചു പിരിച്ച് ട്രാക്കിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിട്ടു. നിമിഷങ്ങൾക്കകം തീവണ്ടി പാഞ്ഞുപോയി.
അവൾ ഓടിച്ചെന്ന് കുഞ്ഞിനെ വാരിയെടുത്തു. അവളുടെ നെഞ്ചിടിപ്പ് ആ നായ്ക്കൾക്ക് കേൾക്കാമായിരുന്നു. അവൾ അതിനെ ഉമ്മ വെച്ചു. മനുഷ്യർ നൽകാത്ത സ്നേഹം അവൾ ആ മൃഗങ്ങൾക്ക് നൽകി. വൈകുന്നേരം ആകാശം ഇരുണ്ടുകൂടി. തൃശൂരിന്റെ മാനത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. ഇടിമുഴക്കം കേട്ടപ്പോൾ അവൾ ചെവികൾ പൊത്തി. ഭയം അവളെ വരിഞ്ഞുമുറുക്കി. ഇടിമുഴക്കം അവൾക്ക് വെറുമൊരു ശബ്ദമായിരുന്നില്ല. അതവളുടെ തലച്ചോറിൽ ഏതോ സ്ഫോടനങ്ങളുടെ ഓർമ്മയുണർത്തിയിരുന്നു. മഴ പെയ്തു തുടങ്ങി. കനത്ത മഴ. സ്റ്റേഷനിന്റെ മേൽക്കുരയിൽ നിന്ന് വെള്ളം ധാരയായി ഒഴുകി. അവൾ ഇരുന്നിരുന്ന സ്ഥലത്തേക്ക് വെള്ളം തെറിച്ചു വീണു. അവൾ നനഞ്ഞു കുതിർന്നു. തണുപ്പരിച്ചു കയറി. സ്റ്റേഷനിന്റെ ഒരു ഒഴിഞ്ഞ മൂലയിലേക്ക് അവൾ മാറി. നായ്ക്കൾ അവൾക്ക് ചുറ്റുമൊരു മതിൽ തീർത്തു. ചിരുത അവളുടെ മടിയിൽ തലവെച്ചു കിടന്നു. ഭൈരവൻ അവളുടെ കാലുകൾക്ക് ചൂട് പകരാൻ ചേർന്ന് കിടന്നു. ആ മഴയുടെ ശബ്ദത്തിൽ ട്രെയിനുകളുടെ ഇരമ്പലുകൾ നേർത്തതായി. അവൾ മെല്ലെ മൂളാൻ തുടങ്ങി. അതൊരു പാട്ടായിരുന്നു. ആ പാട്ടിൽ അവളുടെ ആത്മാവുണ്ടായിരുന്നു. നഷ്ടപ്പെട്ട ഏതോ ഒരു സ്വർഗത്തിന്റെ ഓർമ്മയുണ്ടായിരുന്നു. ആ മഴ രാത്രിയിൽ ആ ഭ്രാന്തി സ്ത്രീ പാടിയ പാട്ട് കേട്ട് ആകാശവും ഒന്ന് തേങ്ങി. അവളുടെ മനസ്സ് മെല്ലെ പുറകോട്ട് സഞ്ചരിച്ചു. ഈ സ്റ്റേഷനും ഈ അഴുക്കും ഈ നായ്ക്കളുമില്ലാത്ത ഒരു കാലത്തിലേക്ക്. അവൾക്കൊരു പേരുണ്ടായിരുന്നു, സുമിത്ര. തൃശൂരിനടുത്തുള്ള ഒരു ഗ്രാമത്തിലെ ഓടുമേഞ്ഞ മനോഹരമായൊരു വീട്. മുറ്റത്ത് നിറയെ ചെടികൾ, തുളസിത്തറ. രാവിലത്തെ വെയിൽ വീടിന്റെ ഉമ്മറത്തേക്ക് വരുമ്പോൾ സുമിത്ര തമ്പുരു മീട്ടുകയാകും. അവളൊരു സംഗീത അധ്യാപികയായിരുന്നു. ഗ്രാമത്തിലെ സ്കൂളിലെ കുട്ടികളുടെ പ്രിയപ്പെട്ട സുമിത്ര ടീച്ചർ. അവളുടെ ക്ലാസ്സിൽ നിന്നെപ്പോഴും ചിരിയും പാട്ടും ഉയർന്നു കേൾക്കാം. കസവ് സാരിയുടുത്ത് മുടിയിൽ തുളസിക്കതിർ സൂടി നെറ്റിയിൽ ചന്ദനക്കുറി തൊട്ട് അവൾ നടന്നു പോകുമ്പോൾ ഗ്രാമത്തിലെ സ്ത്രീകൾ അസൂയയോടെ പറയുമായിരുന്നു, എന്തൊരു ഐശ്വര്യമാണ് ആ കുട്ടിക്ക്. സുമിത്രയ്ക്ക് ജീവിതം ഒരു പാട്ടുപോലെ സുന്ദരമായിരുന്നു. അച്ഛനും അമ്മയും ചെറുപ്പത്തിലെ മരിച്ചുപോയെങ്കിലും അവിടെ പൊന്നുപോലെ നോക്കിയിരുന്ന ഒരു ഏട്ടനുണ്ടായിരുന്നു. ഏട്ടന്റെ കല്യാണം കഴിഞ്ഞ് ഏട്ടത്തിയമ്മ വന്നതോടെ ആ വീട് കൂടുതൽ ഐശ്വര്യമുള്ളതായി. സുമിത്രയുടെ സ്വപ്നങ്ങൾ ലളിതമായിരുന്നു. നല്ലൊരു കുടുംബം, സ്നേഹിക്കുന്ന ഭർത്താവ്, കുറേ കുട്ടികൾ. സംഗീതം പഠിപ്പിച്ച് ആ ഗ്രാമത്തിൽ തന്നെ ജീവിച്ചു മരിക്കണം. പക്ഷെ വിധി അവൾക്കായി കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു. ഒരു വൈകുന്നേരം ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതു വരുമ്പോഴാണ് അവൾ അവനെ കണ്ടത്. രഘു. പട്ടാളത്തിൽ നിന്ന് അവധിക്ക് വന്ന ഉദ്യോഗസ്ഥൻ. ഒത്ത പൊക്കവും തിളങ്ങുന്ന കണ്ണുകളുമുള്ള യുവാവ്. ക്ഷേത്രപ്പടവുകളിൽ വെച്ച് അവരുടെ കണ്ണുകൾ തമ്മിലുടക്കി. ആ നോട്ടത്തിൽ തന്നെ അവരുടെ ജാതകം കുറിക്കപ്പെട്ടു. വിവാഹം പെട്ടെന്നായിരുന്നു. ആ ഗ്രാമം കണ്ട ഏറ്റവും നല്ല വിവാഹങ്ങളിലൊന്ന്. നാദസ്വരം മുഴങ്ങുന്ന പന്തലിൽ വെച്ച് രഘു സുമിത്രയുടെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ അവൾ വിചാരിച്ചു, തന്റെ ജീവിതത്തിലെ വസന്തം തുടങ്ങുകയാണെന്ന്. രഘുവിന് സ്നേഹം പ്രകടിപ്പിക്കാൻ വലിയ വാക്കുകളില്ലായിരുന്നു. പക്ഷെ അവന്റെ പ്രവൃത്തികളിൽ അത് നിറഞ്ഞു നിന്നു. അവധി കഴിഞ്ഞ് അവൻ തിരിച്ചു പോകുമ്പോൾ സുമിത്ര കരഞ്ഞു. കരയല്ലേ സുമി, അടുത്ത അവധിക്ക് വരുമ്പോൾ ഞാൻ നിന്നെയും കൊണ്ടുപോകും, കാശ്മീരിലേക്ക്. അവൻ അവളുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. അവൾ കാത്തിരുന്നു, കത്തുകൾക്കായി, ഫോൺ വിളികൾക്കായി. ഓരോ കത്ത് വരുമ്പോഴും അവൾ അത് നെഞ്ചോട് ചേർത്തു വയ്ക്കും. സ്കൂളിലെ കുട്ടികളോട് അവൾ പറയും, എന്റെ രഘുവേട്ടൻ അയച്ച കത്താ. ഒരു വർഷം കഴിഞ്ഞു. സുമിത്ര ഗർഭിണിയായി. ആ വാർത്തയറിഞ്ഞപ്പോൾ രഘു ഫോണിലൂടെ പൊട്ടിക്കരഞ്ഞു. സുമി, ആൺകുട്ടിയാണെങ്കിൽ നമുക്ക് അനന്തൻ എന്നു പേരിടാം, പെൺകുട്ടിയാണെങ്കിൽ നന്ദന. സുമിത്ര തന്റെ വയറിൽ കൈവച്ച് സ്വപ്നങ്ങൾ നെയ്തു. വരുന്ന കുഞ്ഞിനെ പാട്ട് പഠിപ്പിക്കണം, അവനെ അല്ലെങ്കിൽ അവളെ വലിയ ആളാക്കണം. വീട് മുഴുവൻ സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഏട്ടനും ഏട്ടത്തിയമ്മയും സുമിത്രയെ നടക്കാൻ പോലും സമ്മതിക്കാതെ പരിചരിച്ചു. വിധിക്ക് സന്തോഷം അധികം ഇഷ്ടമല്ലായിരിക്കാം. അല്ലെങ്കിൽ ദൈവം ചിലപ്പോഴൊക്കെ ക്രൂരനാകാം. 7-ാം മാസം. സീമന്തത്തിന്റെ തിരക്കിലായിരുന്നു വീട്. രഘുവിന് അടിയന്തരമായി ലീവ് കിട്ടിയില്ലെങ്കിലും അടുത്ത ആഴ്ച വരുമെന്നറിയിച്ചിരുന്നു. അന്നുച്ചയ്ക്ക് സുമിത്ര മുറ്റത്തെ ചെടികൾക്ക് വെള്ളമൊഴിക്കുകയായിരുന്നു. പെട്ടെന്നാണൊരു ജീപ്പ് വീടിന്റെ മുന്നിൽ വന്നു നിന്നത്. അതിൽ നിന്ന് 2 പട്ടാളക്കാർ ഇറങ്ങി. അവരുടെ മുഖം മ്ലാനമായിരുന്നു. സുമിത്രയുടെ നെഞ്ചിടിപ്പ് കൂടി. എന്തോ അമംഗളം സംഭവിക്കാൻ പോകുന്നു. രഘുനായരുടെ വീടാണോ? ഏട്ടൻ ഓടിവന്നു. അവരെന്തോ സംസാരിക്കുന്നത് സുമിത്ര കണ്ടു. ഏട്ടൻ തളർന്നു വീഴുന്നത് അവൾ കണ്ടു. അതിർത്തിയിലെ വെടിവെപ്പിൽ രഘു. ആ വാർത്ത കേട്ടതും സുമിത്രയുടെ ലോകം ഇരുണ്ടുപോയി. അവൾക്ക് കരയാൻ കഴിഞ്ഞില്ല. ശബ്ദം തൊണ്ടയിൽ കുടുങ്ങി. വയറ്റിലെ കുഞ്ഞൊന്ന് പിടഞ്ഞു. പിന്നീട് നടന്നതെല്ലാം ഒരു അവ്യക്തമായ ചിത്രം പോലെയായിരുന്നു. രഘുവിന്റെ മൃതദേഹം വന്നത്, ത്രിവർണ പതാക, ഗൺ സല്യൂട്ട്. ഇതൊന്നും സുമിത്ര കണ്ടില്ല.
അവൾ ശൂന്യതയിലേക്ക് നോക്കിയിരുന്നു. ആഘാതം അവളുടെ മനസ്സിനെ മാത്രമല്ല, ശരീരത്തെയും ബാധിച്ചു. 3 ദിവസങ്ങൾക്കു ശേഷം കഠിനമായ വേദനയോടെ അവൾ പ്രസവിച്ചു. മാസം തികയാത്ത പ്രസവം. ഒരാൺകുഞ്ഞ്. പക്ഷേ അവന് അനക്കമില്ലായിരുന്നു. രഘു പോയ വഴിയെ അവന്റെ ജീവന്റെ പാതിയും യാത്രയായി. ആശുപത്രി കിടക്കയിൽ വെച്ച് തന്റെ കുഞ്ഞിന്റെ മുഖം കാണിക്കാൻ അവൾ വാശി പിടിച്ചു. ഡോക്ടർമാർ സമ്മതിച്ചില്ല. ഒടുവിൽ ഏട്ടൻ നിർബന്ധിച്ചപ്പോൾ അവർ ആ ചെറിയ ശരീരം അവളെ കാണിച്ചു. ആ നിമിഷം സുമിത്ര എന്ന സംഗീത അധ്യാപിക മരിച്ചു. പകരം ഭ്രാന്തിയായ ഒരു സ്ത്രീ ജനിച്ചു. അവൾ അലറി വിളിച്ചു, "എന്റെ കുഞ്ഞാ, അവനെ കൊണ്ടുപോകല്ലേ, രഘുവേട്ടാ!" ആ നിലവിളി ആശുപത്രിയുടെ ഇടനാഴികളെ നടുക്കി. മരുന്ന് കുട്ടിവെച്ച് അവളെ മയക്കിയെങ്കിലും ബോധം വരുമ്പോൾ അവൾ കുഞ്ഞിനെ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. ആർക്കും അവളെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല. അവൾ ഭക്ഷണം കഴിക്കാതായി, ആരോടും മിണ്ടാതായി. ചിലപ്പോൾ രാത്രികളിൽ അവൾ തൊട്ടിലിൽ നോക്കി ചിരിക്കും, താരാട്ടുപാടും, ഇല്ലാത്ത കുഞ്ഞിനെ ഓർത്ത്. നാട്ടുകാർ പറഞ്ഞു തുടങ്ങി, സുമിത്രയ്ക്ക് സമനില തെറ്റി. ചികിത്സകൾ പലതും നടത്തി. പക്ഷെ അവളുടെ മനസ്സ് ഏതോ ഇരുണ്ട ലോകത്ത് കുടുങ്ങിപ്പോയിരുന്നു. രഘുവും കുഞ്ഞും ജീവിച്ചിരിക്കുന്ന, അവർ മാത്രം സന്തോഷത്തോടെ കഴിയുന്ന ഒരു ലോകം. ഒരു രാത്രി, വീടുറങ്ങിയ സമയം, സുമിത്ര വാതിൽ തുറന്ന് പുറത്തിറങ്ങി. എങ്ങോട്ടെന്നില്ലാതെ അവൾ നടന്നു. ഇരുട്ടിലൂടെ, റെയിൽവേ ട്രാക്കിലൂടെ. ഒരു ട്രെയിനിന്റെ വെളിച്ചം വരുന്നത് അവൾ കണ്ടു. അത് രഘു വരുന്ന വാഹനമാണെന്ന് അവൾ കരുതി. അവൾ അതിനടുത്തേക്ക് നടന്നു. ആ ട്രെയിൻ സുമിത്രയെ ഇടിച്ചില്ല. പകരം ജീവിതം അവളെ മറ്റൊരു ട്രാക്കിലേക്ക് വലിച്ചെറിഞ്ഞുകയായിരുന്നു. ട്രെയിനിന്റെ തീവ്രമായ വെളിച്ചം കണ്ട് ഭയന്ന് പിന്നോട്ടു മാറിയ അവൾ റെയിൽവേക്ക് സൈഡിലെ കുറ്റിക്കാട്ടിലേക്ക് വീണു. ബോധം മറയുമ്പോൾ അവൾ കേട്ടത് ട്രെയിനിന്റെ ഇരമ്പൽ മാത്രമായിരുന്നു. രഘുവിനെ കൊണ്ടുപോയ അതേ ഇരമ്പൽ. നേരം വെളുത്തപ്പോൾ അവൾ കണ്ണു തുറന്നത് അപരിചിതമായൊരിടത്താണ്. തലയിലെ മുറിവിൽ നിന്ന് രക്തമുണങ്ങിയിരുന്നു. ശരീരം മുഴുവൻ വേദന. അവൾ എഴുന്നേറ്റ് നടന്നു, എങ്ങോട്ടെന്നില്ലാതെ. നടന്ന് അവൾ എത്തിയത് ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനിലാണ്. അവിടെ നിർത്തിയിട്ടിരുന്ന ഒരു ഗുഡ്സ് ട്രെയിനിലെ തുറന്ന വാഗണിൽ അവൾ കയറിപ്പറ്റി. ആ യാത്ര എത്ര ദിവസം നീണ്ടെന്ന് അവൾക്കറിയില്ല. വിശപ്പും ദാഹവും കൊണ്ട് അവൾ തളർന്നു. ഒടുവിൽ ആ വണ്ടി തൃശൂർ സ്റ്റേഷനിൽ എത്തി നിന്നപ്പോൾ അവളൊരു ശവം പോലെ പുറത്തേക്ക് വീണു. ആളുകൾ കൂടി. ആരോ ചത്തുകിടക്കുന്നു, ആരോ പറഞ്ഞു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വെള്ളം മുഖത്ത് തളിച്ചപ്പോൾ അവൾ കണ്ണു തുറന്നു. "പേരെന്താ? എവിടെയാ വീട്?" അവൾ ചുറ്റും നോക്കി. അവൾക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല, സ്വന്തം പേരുപോലും. സുമിത്ര മരിച്ചിരുന്നു. പകരം ഓർമ്മകളില്ലാത്ത, പേര് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ അവിടെ ജനിച്ചു. ആദ്യത്തെ കുറച്ചു മാസങ്ങൾ നരകമായിരുന്നു. വീടിന്റെ സുരക്ഷിതത്വത്തിൽ കഴിഞ്ഞിരുന്ന അവൾ തെരുവിന്റെ ക്രൂരതകൾ അറിഞ്ഞു തുടങ്ങി. വിശപ്പെന്താണെന്ന് അവൾ അറിഞ്ഞു. വേസ്റ്റ് ബിന്നുകളിൽ നിന്ന് ഭക്ഷണമെടുത്ത് കഴിക്കാൻ ആദ്യം മടിച്ചു. പിന്നെ വിശപ്പ് അതിനെ തോൽപ്പിച്ചു. അവളുടെ സാരി കീറിപ്പറിഞ്ഞു. മുടി ജട പിടിച്ചു. സുന്ദരിയായ സുമിത്ര വികൃതമായ രൂപമായി മാറി. ഇടയ്ക്കിടെ അവൾക്ക് വിഭ്രാന്തികൾ വരാൻ തുടങ്ങി. ചിലപ്പോൾ അവൾ പാട്ടുപാടും, ചിലപ്പോൾ വഴിയിൽ കാണുന്ന കല്ലുകളെ എടുത്ത് കുഞ്ഞേ എന്ന് വിളിച്ച് താലോലിക്കും. അങ്ങനെയാണ് അവൾ ആ സ്റ്റേഷന്റെ ഭാഗമായി മാറിയത്. സ്റ്റേഷനിലെ തൂണുകൾ പോലെ, ബെഞ്ചുകൾ പോലെ, ആരും ശ്രദ്ധിക്കാത്ത ഒരു വസ്തു. പക്ഷേ ആ ഒറ്റപ്പെടലിലാണ് അവൾക്ക് പുതിയ കൂട്ടുകാരെ കിട്ടിയത്, ഭൈരവനെയും കൂട്ടരെയും. മനുഷ്യർ കല്ലെറിഞ്ഞപ്പോൾ നായ്ക്കൾ അവൾക്ക് കൂട്ടിരുന്നു. മനുഷ്യർ ആട്ടിയോടിച്ചപ്പോൾ നായ്ക്കൾ അവൾക്കായി വാലാട്ടി. അവൾക്ക് നഷ്ടപ്പെട്ട കുടുംബം ആ മൃഗങ്ങളിലൂടെ തിരിച്ചു കിട്ടുകയായിരുന്നു. രാത്രികൾക്ക് കണ്ണുകളുണ്ടെന്ന് പറയുന്നത് വെറുതെയല്ല. തൃശൂർ സ്റ്റേഷനിലെ ഇരുണ്ട കോണുകളിൽ പല കണ്ണുകളും അവളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ഭ്രാന്താണെങ്കിലും അവളുടെ ശരീരത്തിന് ഇപ്പോഴും യൗവനമുണ്ടായിരുന്നു. കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾക്കിടയിലൂടെ വെളിപ്പെടുന്ന അവളുടെ ശരീരം നഗരത്തിലെ ചില കാമഭ്രാന്തന്മാരുടെ ഉറക്കം കെടുത്തുന്നുണ്ടായിരുന്നു. അവരിലൊരാളായിരുന്നു പരുന്തെന്ന് വിളിപ്പേരുള്ള ലോഡിംഗ് തൊഴിലാളി. പകൽ സമയത്ത് ചുമടെടുക്കുന്ന സാധു, രാത്രിയായാൽ കഞ്ചാവിന്റെ ലഹരിയിൽ മൃഗമാകുന്നവൻ. അവൻ പലതവണ അവളെ നോട്ടമിട്ടിരുന്നു. പക്ഷേ ഭൈരവൻ എന്ന കാവൽക്കാരൻ അവിടെ ഉണ്ടിടത്തോളം അവൻ അടുക്കാൻ കഴിയില്ലായിരുന്നു. ഭൈരവന് പരുന്തിനെ ഇഷ്ടമല്ലായിരുന്നു. അവൻ വരുമ്പോഴെല്ലാം ഭൈരവൻ കുരച്ചു ചാടും. ഇവനെ എന്നെങ്കിലും ഞാൻ ശരിയാക്കും, പരുന്ത് മനസ്സിൽ കുറിച്ചിട്ടു. ഒരു അമാവാസി രാത്രി. സ്റ്റേഷനിൽ തിരക്ക് കുറവായിരുന്നു. അന്നുച്ചയ്ക്ക് എന്തോ വിഷം കലർന്ന ഭക്ഷണം കഴിച്ചതുകൊണ്ട് ഭൈരവനും ചിരുതയും അവശരായിരുന്നു. അവർ എഴുന്നേൽക്കാൻ വയ്യാതെ സ്റ്റേഷന്റെ പുറകിലെ ഓടയുടെ അരികിൽ കിടക്കുകയായിരുന്നു. അവൾ തനിച്ചായിരുന്നു.
പരുന്തും അവന്റെ കൂട്ടുകാരനും അത് മുതലെടുത്തു. അവർ അവളുടെ അടുത്തേക്ക് വന്നു. ലഹരിയുടെ മണം. അവൾ പേടിച്ചു. അമ്മേ, അവൾ വിളിച്ചു. പക്ഷേ ആ വിളി പുറത്തേക്ക് വന്നില്ല. അവർ അവളെ വായ പൊത്തിപ്പിടിച്ചു. സ്റ്റേഷന്റെ ഉപേക്ഷിക്കപ്പെട്ട ഒരു കെട്ടിടത്തിന്റെ പുറകിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. അവൾ പിടഞ്ഞു. നഖങ്ങൾ കൊണ്ട് അവരുടെ മുഖത്ത് മാന്തി. പക്ഷേ 2 പുരുഷന്മാരുടെ ശക്തിക്ക് മുന്നിൽ പട്ടിണി കിടന്ന് എല്ലുന്തിയ ആ സ്ത്രീക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഭൈരവൻ. അവന്റെ ബോധം മറയുകയായിരുന്നു. എങ്കിലും തന്റെ യജമാനത്തിയുടെ നേർത്ത കരച്ചിൽ ആ അബോധാവസ്ഥയിലും അവൻ കേട്ടു. അവൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ കാലുകൾ കുഴഞ്ഞുപോയി. നിസ്സഹായമായൊരു മോങ്ങൽ മാത്രം അവന്റെ തൊണ്ടയിൽ നിന്ന് വന്നു. ആ രാത്രി മനുഷ്യത്വം മരിച്ച രാത്രിയായിരുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലും കാണാതിരിക്കാൻ മേഘങ്ങൾ കൊണ്ട് മുഖം മറച്ചു. അവർ അവരുടെ ആർത്തി തീർത്തു. ഒടുവിൽ ഒരു ജീവച്ഛവം പോലെ അവളെ അവിടെ ഉപേക്ഷിച്ച് അവർ പോയി. അവരുടെ ശരീരം മാത്രമല്ല, ആത്മാവ് കൂടിയാണ് അവിടെ മുറിവേറ്റത്. ദിവസങ്ങൾ കടന്നുപോയി. അവൾ ആ സംഭവം മറന്നു. അല്ലെങ്കിൽ അവരുടെ മനസ്സത് മായ്ച്ചു കളഞ്ഞു. അവൾ വീണ്ടും പഴയതുപോലെയായി. പാട്ടുപാടുന്നു, ചിരിക്കുന്നു, നടക്കുന്നു. പക്ഷേ അവളുടെ ശരീരം അത് മറന്നില്ല. ആദ്യം അവൾക്ക് ക്ഷീണം തുടങ്ങി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലകറക്കം. കിട്ടുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരുന്നു. ഭ്രാന്തിക്ക് വയറുവേദനയാ, ആളുകൾ പറഞ്ഞു. അവൾ വയറ്റിൽ കൈവച്ചു. എന്തോ ഒരു അസ്വസ്ഥത. വിശപ്പാണ് അവൾ സ്വയം പറഞ്ഞു. പക്ഷേ അത് വിശപ്പായിരുന്നില്ല. അവളുടെ ഉള്ളിൽ ആ ക്രൂരതയുടെ ബാക്കിപത്രമായി ഒരു ജീവൻ തുടിക്കാൻ തുടങ്ങി. ആരും വേണ്ടാത്തവളുടെ വയത്തിൽ ആരും ആഗ്രഹിക്കാത്ത ഒരതിഥി. അവൾക്കറിയുമായിരുന്നില്ല താനൊരു അമ്മയാകാൻ പോകുന്നുവെന്ന്. അവൾ കരുതിയത് തന്റെ വയറ്റിൽ എന്തോ അസുഖം വളരുന്നു എന്നാണ്. മനുഷ്യർക്ക് മനസ്സിലാകാത്ത പലതും മൃഗങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ചിരുതയാണ് അതാദ്യം തിരിച്ചറിഞ്ഞത്. അവളൊരമ്മയാണ്. ഗർഭത്തിന്റെ ഗന്ധം അവൾക്കറിയാം. അവൾ സുമിത്രയുടെ വയറിനോട് ചേർന്ന് മണപ്പിച്ചു നോക്കി. പിന്നെ മെല്ലെ നക്കി. ചിരുതയുടെ പെരുമാറ്റത്തിൽ മാറ്റം വന്നു. അവൾ സുമിത്രയെ വിട്ട് അധികം ദൂരേക്ക് പോകാതായി. ആരെങ്കിലും സുമിത്രയുടെ അടുത്തേക്ക് വന്നാൽ ചിരുത മുരണ്ടും. ഭൈരവനും കാര്യം മനസ്സിലായി. അവനിപ്പോൾ കൂടുതൽ ജാഗ്രതയുള്ളവനായി. സുമിത്ര ഉറങ്ങുമ്പോൾ അവൻ ഉറങ്ങില്ല. അവൾ നടക്കുന്ന വഴികളിൽ അവൻ മുൻപേ നടക്കും. ആരെങ്കിലും അവളെ കളിയാക്കിയാൽ അവൻ കുരച്ചു ചാടും. ഒരു ദിവസം സുമിത്ര ഛർദ്ദിച്ച അവശയായിരിക്കുമ്പോൾ ചിരുത എവിടെ നിന്നോ ഒരു കഷ്ണം ബ്രെഡ് കടിച്ചു പിടിച്ചു കൊണ്ടുവന്നു. അവളത് സുമിത്രയുടെ മടിയിൽ വെച്ചുകൊടുത്തു. കഴിക്കേ എന്ന ഭാവത്തിൽ ചിരുത അവളെ നോക്കി. സുമിത്ര അത് കഴിച്ചു. ആ മൃഗത്തിന്റെ കരുതൽ കണ്ട് കണ്ണു നനഞ്ഞു. തനിക്കെന്തോ സംഭവിക്കാൻ പോകുന്നു എന്നവൾക്ക് തോന്നി. പക്ഷേ കൂടെ ഇവരുള്ളപ്പോൾ ഭയമില്ലെന്നവൾക്ക് തോന്നി. മാസങ്ങൾ 3 4 സുമിത്രയുടെ വയർ വീർത്തു വന്നു. മെലിഞ്ഞ ശരീരമായതുകൊണ്ട് വയറെടുത്തു കാണാമായിരുന്നു. സ്റ്റേഷനിലെ സ്ഥിരം യാത്രികൾ അത് ശ്രദ്ധിക്കാൻ തുടങ്ങി. നോക്കിയേ, ആ ഭ്രാന്തി ഗർഭിണിയാണെന്ന് തോന്നുന്നു. ആരുടെ പാപമാണോ ആവോ? ഛേ, വൃത്തികെട്ടവൾ. പരിഹാസങ്ങളും കുത്തുവാക്കുകളും അവളെ തേടിയെത്തി. ചിലർ അവളെ കല്ലെറിഞ്ഞു. ഇവളെ ഇവിടുന്ന് ഓടിക്കണം, നാടിന് നാണക്കേടാണ്. ചിലർ ആക്രോശിച്ചു. അവർക്കൊന്നും മനസ്സിലായില്ല. എന്തിനാണ് എല്ലാവരും തന്നെ വെറുക്കുന്നത് എന്ന് അവൾ ചിന്തിച്ചു. തന്റെ വയറ് വലുതാകുന്നത് എന്തോ അസുഖം കൊണ്ടാണെന്ന് അവൾ വിശ്വസിച്ചു. ചിലപ്പോൾ വയറ്റിൽ നിന്ന് അനക്കം കിട്ടുമ്പോൾ അവൾ പേടിച്ചു. ഉള്ളിൽ പാമ്പ്! അവൾ കരഞ്ഞുകൊണ്ട് വയറ്റിലിടിക്കാൻ തുടങ്ങി. അപ്പോഴെല്ലാം ഭൈരവൻ ഓടിയെത്തും. അവൻ അവളുടെ കൈകളിൽ കടിച്ചു പിടിക്കും. ഇടിക്കാൻ സമ്മതിക്കില്ല. ചിരുത അവളുടെ വയറ്റിൽ തലവെച്ച് കിടക്കും. ആ സ്പർശനം അവളെ ശാന്തമാക്കും. പേടിക്കണ്ട, ഞങ്ങളുണ്ട് എന്നവർ പറയാതെ പറഞ്ഞു. ഗർഭം 7 മാസമായി. അവൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടായി. കാലുകൾ നീര് വന്ന് വീങ്ങി. ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. സ്റ്റേഷനിലെ അധികൃതർ അവളെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിച്ചു. ഇവളെ ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ടുപോയി തള്ളണം, സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞു. പക്ഷേ പോലീസ് അടുക്കുമ്പോഴെല്ലാം നായ്ക്കൾ ഒരു പട പോലെ നിരന്നു നിൽക്കും. ആർക്കും അടുക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല. സമൂഹം അവളെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തി. കടകളിൽ നിന്ന് ഭക്ഷണം കിട്ടാതായി. വയറ്റിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, ഇനി ഇങ്ങോട്ട് വരണ്ട, കടക്കാർ ആട്ടിപ്പായിച്ചു. പട്ടിണി കൂടി. പക്ഷേ നായ്ക്കൾ വിട്ടില്ല. അവർ നഗരത്തിലെ ചവട്ടുകുട്ടകൾ അരിച്ചുപിറക്കി. കിട്ടുന്ന ആഹാരം, ചിലപ്പോൾ ഒരു എല്ലിൻ കഷ്ണം, അല്ലെങ്കിൽ ഒരു പാതി തിന്ന മീൻ, അവർ അവളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടു. അവർ പട്ടിണി കിടന്നു, അവളെ ഊട്ടി. അവളുടെ വയറ്റിലെ കുഞ്ഞു വളർന്നത് ആ അമ്മയുടെ രക്തം കൊണ്ടല്ല, മറിച്ച് ആ തെരുവു നായ്ക്കൾ കൊണ്ടുവന്ന സ്നേഹം കൊണ്ടായിരുന്നു. ആ കുഞ്ഞ് മനുഷ്യൻ്റേതായിരുന്നില്ല, അതാ മൃഗങ്ങളുടെ കുഞ്ഞായിരുന്നു. അവൾ രാത്രികളിൽ ആകാശത്തേക്ക് നോക്കിക്കിടക്കും. നക്ഷത്രങ്ങളെ നോക്കി അവൾ ചോദിക്കും, എന്റെ രഘുവേട്ടൻ വരുമോ? അപ്പോൾ അവളുടെ വയറ്റിലെ കുഞ്ഞൊന്ന് ചവിട്ടും. ഞാൻ വരുന്നുണ്ടമ്മേ
എന്ന് പറയുന്നതുപോലെ ആ ചവിട്ട് കിട്ടുമ്പോൾ അവൾക്ക് വേദനയും ഒപ്പം എന്തിനെന്നില്ലാത്ത ഒരാശ്വാസവും തോന്നും. ഡിസംബർ മാസം തൃശൂരിനെ പുതപ്പിച്ചു തുടങ്ങി. വടക്കൻ കാറ്റ് റെയിൽവേ സ്റ്റേഷന്റെ ഇടനാഴികളിലൂടെ ചൂളം വിളിച്ച് പാഞ്ഞു വന്നു. യാത്രികർ സ്വെറ്ററുകളും മഫ്ലറുകളും ധരിച്ച് തണുപ്പിനെ പ്രതിരോധിച്ചു. എന്നാൽ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ അറ്റത്ത് കീറിപ്പറിഞ്ഞ നേർത്ത സാരി മാത്രം ധരിച്ച് അവൾ വിറച്ചുകൊണ്ടിരുന്നു. അവളുടെ പല്ലുകൾ കൂട്ടിയിടിക്കുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. ഗർഭം 9-ാം മാസത്തിലേക്ക് കടന്നിരിക്കുന്നു. വയറ് വല്ലാതെ വീർത്തു. കാലുകളിലെ നീര് കാരണം എഴുന്നേൽക്കാൻ പോലും വയ്യ. തണുപ്പ് അസഹ്യമായപ്പോൾ അവൾ കാൽമുട്ടുകളിൽ തലവെച്ച് കരഞ്ഞു. അപ്പോഴാണ് ഭൈരവൻ വന്നത്. അവൻ അവളുടെ കാലിനടിയിലേക്ക് ചേർന്ന് കിടന്നു. അവന്റെ രോമമുള്ള വലിയ ശരീരത്തിലെ ചൂട് അവളിലേക്ക് പകർന്നു. ചിരിതയും കുഞ്ഞനും അവളുടെ ഇരുവശങ്ങളിലായി കിടന്നു. 3 ജീവനുള്ള പുതപ്പുകൾ. മനുഷ്യർ തണുപ്പകറ്റാൻ കമ്പിളി വാങ്ങുമ്പോൾ അവൾക്ക് ചൂട് നൽകിയത് ഈ മിണ്ടാപ്രാണികളുടെ ശ്വാസമായിരുന്നു. തണുക്കുന്നു അമ്മേ, തണുക്കുന്നു, അവൾ പിച്ചും പേയും പറഞ്ഞു. ഭൈരവൻ അവളുടെ മുഖം നക്കി. ഉറങ്ങിക്കോ എന്നാശ്വസിപ്പിച്ചു. സ്റ്റേഷനെതിരെയുള്ള പള്ളിയിൽ നിന്ന് കരോൾ ഗാനങ്ങൾ ഒഴുകിവന്നു. ശാന്തരാത്രി, തിരുരാത്രി. സ്റ്റേഷനിലെ ബുക്ക് സ്റ്റോളിൽ തൂക്കിയിട്ട നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങി. അവൾ ആ വെളിച്ചം നോക്കിക്കിടന്നു. അവളുടെ മനസ്സിലെവിടെയോ പഴയൊരു ക്രിസ്മസ് ഓർമ്മ തെളിഞ്ഞു. സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം, കുട്ടികൾക്ക് കേക്ക് കൊടുത്തത്. അവൾ തന്റെ വയറ്റിൽ കൈവച്ചു. എന്റെ ഉണ്ണിയും വരാൻ പോകുന്നു. അവൾ ആകാശത്തെ നോക്കി ചിരിച്ചു. ആ ചിരിയിൽ ഭ്രാന്തായിരുന്നില്ല, പകരം നിർമ്മലമായ മാതൃത്വം മാത്രമായിരുന്നു. സ്റ്റേഷനിലെ തിരക്കിനിടയിൽ ആരും അവളെ കണ്ടില്ല. ക്രിസ്മസ് ആഘോഷിക്കാൻ വീടുകളിലേക്ക് ഓടുന്നവർക്ക് വഴിയരികിൽ കിടക്കുന്ന ഗർഭിണിയായ ഭ്രാന്തി ഒരു കാഴ്ചയായിരുന്നില്ല. ദൈവം ജനിച്ച ദിവസത്തെപ്പറ്റി പാടുന്നവർ തെരുവിൽ ജനിക്കാൻ പോകുന്ന ദൈവത്തെ കണ്ടില്ലെന്ന് നടിച്ചു. വിശപ്പ് സഹിക്കാൻ കഴിയാതെ അവൾ തളർന്നുപോയിരുന്നു. 2 ദിവസമായി പച്ചവെള്ളം മാത്രമാണ് ആഹാരം. ഭൈരവനിത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. അവൻ സ്റ്റേഷന് പുറത്തേക്കോടി. അടുത്ത് കണ്ട ഒരു ഇറച്ചിക്കടയിൽ നിന്ന് കടക്കാരൻ അശ്രദ്ധമായി വെച്ചിരുന്ന ഒരു എല്ലിൻ കഷ്ണം അവൻ കടിച്ചെടുത്തു. എടാ കള്ളാ! കടക്കാരൻ കല്ലെടുത്തെറിഞ്ഞു. കല്ല് ഭൈരവന്റെ കാലിൽ കൊണ്ടു. അവൻ വേദന കൊണ്ട് പുളഞ്ഞു. എങ്കിലും ആ എല്ലിൻ കഷ്ണം വിട്ടില്ല. മുടന്തിക്കൊണ്ടവൻ സ്റ്റേഷനിലെത്തി. അവനത് അവളുടെ മുന്നിലിട്ടുകൊടുത്തു. സുമിത്ര അത് കണ്ടു. പിന്നെ ഭൈരവന്റെ മുറിവേറ്റ കാല് കണ്ടു. അവൾ ആ എല്ലെടുത്തില്ല. പകരം ഭൈരവന്റെ കാലിൽ ഉഴിഞ്ഞു. നോവിച്ചോ, എന്റെ കുട്ടിയെ നോവിച്ചോ? അവൾ കരഞ്ഞു. ആ മൃഗം സ്നേഹത്തോടെ മുരണ്ടു. നീ കഴിക്ക് എന്നവൻ നിർബന്ധിച്ചു. അവൾ ആ എല്ലിലെ മാംസം കടിച്ചു തിന്നുമ്പോൾ ഭൈരവൻ സംതൃപ്തിയോടെ നോക്കി നിന്നു. തനിക്ക് കിട്ടിയ അടി അവനൊരു വേദനയായി തോന്നിയില്ല. ഡിസംബർ 24 രാത്രി. സ്റ്റേഷൻ വിജനമായി തുടങ്ങി. സുമിത്രയ്ക്ക് അസ്വസ്ഥത തോന്നിത്തുടങ്ങി. വയറ്റിൽ നിന്നൊരു കൊളുത്തിവലിക്കുന്ന വേദന. ഇടയ്ക്കിടെ അവൾ അമ്മേ എന്ന് വിളിച്ചു കരഞ്ഞു. വേദന കൂടിക്കൂടി വന്നു. അവൾക്കിരിക്കാനും നിൽക്കാനും വയ്യ. ചിരുനയ്ക്ക് കാര്യം മനസ്സിലായി. അവൾ അസ്വസ്ഥയായി വട്ടം ചുറ്റി. ഇടയ്ക്കിടെ കുരച്ചുകൊണ്ട് ആളുകളെ വിളിക്കാൻ നോക്കി. പക്ഷേ ആരും ശ്രദ്ധിച്ചില്ല. ഈ പട്ടികൾക്കിതെന്തുപറ്റി? ഇന്ന് വല്ലാത്ത ബഹളമാണല്ലോ എന്നു പറഞ്ഞ് യാത്രക്കാർ ഒഴിഞ്ഞുമാറി. വേദന സഹിക്കാനാവാതെ അവൾ സ്റ്റേഷന്റെ ഏറ്റവും ഇരുളടഞ്ഞ ഭാഗത്തേക്ക്, ഉപയോഗശൂന്യമായ ആ പഴയ ടോയ്ലറ്റിന്റെ പുറകിലേക്ക് ഇഴഞ്ഞു നീങ്ങി. മൃഗങ്ങൾ മരിക്കാൻ നേരം ഇരുളിലേക്ക് മാറുന്നതുപോലെ പ്രസവിക്കാൻ അവൾ ഇരുട്ടിനെ കൂട്ടുപിടിച്ചു. മണി 12 അടിച്ചു. ദൂരെ പള്ളിയിൽ നിന്ന് വെടിക്കെട്ടിന്റെ ശബ്ദം. ലോകം യേശുവിന്റെ ജനനം ആഘോഷിക്കുകയാണ്. ഇവിടെ കൂരിരുട്ടിൽ സിമന്റ് തറയിൽ കിടന്നൊരു സ്ത്രീ ജീവനുവേണ്ടി മല്ലിടുകയായിരുന്നു. വേദന കൊണ്ടവൾ പുളഞ്ഞു. അവളുടെ നഖങ്ങൾ തറയിൽ പോറി. തൊണ്ടയിൽ നിന്ന് ശബ്ദം പുറത്തുവരാത്ത വിധം അവൾ തളർന്നിരുന്നു. ഭൈരവനും ചിരുതയും കുഞ്ഞനും അവൾക്ക് ചുറ്റും കൂടി. ചിരുത അവളുടെ മുഖം നക്കി ആശ്വസിപ്പിച്ചു. ഭൈരവൻ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് കാവൽ നിന്നു. അവളുടെ വിയർപ്പും കണ്ണീരും മണ്ണിൽ വീണു. ആരും സഹായത്തിനില്ല. ഒരു ഡോക്ടറില്ല, നേഴ്സില്ല, ഭർത്താവില്ല. ആകാശത്തിലെ നക്ഷത്രങ്ങളും ഈ 3 നായ്ക്കളും മാത്രം. ഒടുവിൽ ആ നിമിഷം വന്നു. അവൾ സർവശക്തിയും എടുത്തൊന്നുന്തി. ഒരു വലിയ നിലവിളിയോടെ രക്തത്തിലും മാംസത്തിലും പൊതിഞ്ഞ ആ കുഞ്ഞു ഭൂമിയിലേക്ക് വീണു. ഒരാൺകുഞ്ഞ്. കുഞ്ഞിന്റെ കരച്ചിൽ ഉയർന്നു. വാ വാ. ആ കരച്ചിൽ കേട്ടതും നായ്ക്കൾ അത്ഭുതത്തോടെ നോക്കി. ചിരുത മെല്ലെ കുഞ്ഞിന്റെ ദേഹത്തെ രക്തം നക്കി തുടച്ചു. സുമിത്ര അവൾ കിതയ്ക്കുകയായിരുന്നു. അവൾ മെല്ലെ തലചരിച്ചു. തന്റെ കുഞ്ഞിനെ കണ്ടു. അവളുടെ കണ്ണുകളിൽ പെട്ടെന്നൊരു തെളിച്ചം വന്നു. ഭ്രാന്തിന്റെ മറകൾ നീങ്ങി. പഴയ സുമിത്ര അവിടെ ഉണർന്നു. എന്റെ മോൻ,
അവൾ വിറയ്ക്കുന്ന കൈകൾ നീട്ടി. പക്ഷെ അവൾക്കത് എടുക്കാൻ കഴിഞ്ഞില്ല. അവളിലെ ഉള്ളിലെ ജീവൻ വാർന്നു പോവുകയായിരുന്നു. രക്തസ്രാവം നിലയ്ക്കുന്നില്ല. അവൾ അവസാനമായി ഭൈരവനെ നോക്കി. ആ നോട്ടത്തിലൊരു അപേക്ഷയുണ്ടായിരുന്നു. നോക്കണേ എന്റെ കുഞ്ഞിനെ. അവൾ കണ്ണുകൾ അടച്ചു. ഒരു പുഞ്ചിരി അവളുടെ ചുണ്ടിൽ തങ്ങി നിന്നു. സുമിത്ര എന്ന നോവ് അവസാനിച്ചു. കുഞ്ഞ് തണുപ്പുകൊണ്ട് കരയാൻ തുടങ്ങി. അമ്മ അനങ്ങുന്നില്ല. നായ്ക്കൾക്ക് കാര്യം മനസ്സിലായില്ല. അവൾ ക്ഷീണം കൊണ്ട് ഉറങ്ങിയതാകാമെന്നവർ കരുതി. ഭൈരവൻ കുരച്ചുകൊണ്ട് അവളെ വിളിച്ചുണർത്താൻ ശ്രമിച്ചു. മൂക്കിൽ മുട്ടി വിളിച്ചു. ഇല്ല, അവൾ ഉണരുന്നില്ല. അവളുടെ ശരീരം തണുത്തു തുടങ്ങിയിരിക്കുന്നു. കുഞ്ഞിന്റെ കരച്ചിൽ ഉച്ചത്തിലായി. ചിരുതയ്ക്ക് മാതൃസഹജാതാവബോധമുണർന്നു. അവൾ കുഞ്ഞിന്റെ അടുത്തേക്ക് ചെന്നു. കുഞ്ഞിന് തണുക്കാതിരിക്കാൻ അവൾ തന്റെ ശരീരം കൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു കിടന്നു. കുഞ്ഞൻ കുഞ്ഞിന്റെ കാലുകൾക്ക് ചൂട് നൽകി. ഭൈരവൻ പുറം തിരിഞ്ഞു നിന്ന് പുറത്തുനിന്ന് വരുന്ന കാറ്റിനെ തടുത്തു നിർത്തി. മനുഷ്യൻ ഉപേക്ഷിച്ച കുഞ്ഞിന് മൃഗങ്ങൾ ചൂട് നൽകി. ആ രാത്രി മുഴുവൻ അവർ അനങ്ങിയില്ല. അമ്മയുടെ മൃതദേഹത്തിനൊരു വശത്ത്, ജീവനുള്ള കുഞ്ഞിന് മറുവശത്ത്. മരണത്തിനും ജീവിതത്തിനുമിടയിലുള്ള പാലമായി അവർ മാറി. നേരം വെളുത്തു. പുലർച്ചെ ചായക്കട തുറക്കാൻ വന്ന ദാമോദരൻ ചേട്ടനാണ് ആ കാഴ്ച ആദ്യം കണ്ടത്. സ്റ്റേഷന്റെ പുറകിൽ നായ്ക്കൾ വട്ടം കൂടി നിൽക്കുന്നു. അയാൾ അങ്ങോട്ട് ചെന്നു. ഭൈരവൻ കുരച്ചുകൊണ്ട് അയാളെ തടുത്തു. അടുത്തേക്ക് വരരുത് എന്ന താക്കീത്. ദാമോദരൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ കണ്ടു, അനക്കമില്ലാത്ത സുമിത്രയും നായ്ക്കൾക്ക് നടുവിൽ കിടന്ന് കൈകാലിട്ടടിക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞും. അയ്യോ, ആരെങ്കിലും ഓടിവരണേ, അയാൾ വിളിച്ചുകൂവി. ആളുകൾ ഓടിക്കൂടി. പോലീസ് വന്നു. നായ്ക്കൾ ആരെയും അടുപ്പിക്കുന്നില്ല. അവർക്ക് മനുഷ്യരെ വിശ്വാസമില്ല. ഒടുവിൽ പോലീസുകാർ ലാത്തി വീശി അവരെ ഓടിക്കാൻ നോക്കി. ഭൈരവൻ ലാത്തി അടികൊണ്ടിട്ടും മാറിയില്ല. അവൻ കുഞ്ഞിനു മുന്നിൽ നെഞ്ചുവിരിച്ചു നിന്നു. ഒടുവിൽ ഒരു മൃഗസ്നേഹി അവിടെ എത്തി. അയാൾ സ്നേഹത്തോടെ ഭൈരവനെ തലോടി. മാറിക്കോടാ, കുഞ്ഞിനെ രക്ഷിക്കാനാണ് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടോ ഭൈരവൻ അത് മനസ്സിലായി. അവൻ മെല്ലെ മാറി നിന്നു. പോലീസുകാർ കുഞ്ഞിനെ എടുത്തു. ആംബുലൻസ് വന്നു. സുമിത്രയുടെ ശരീരം വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ആംബുലൻസിലേക്ക് കയറ്റി. കുഞ്ഞിനെ ഒരു വനിതാ പോലീസുകാരി മാറോട് ചേർത്ത് പിടിച്ചു. ആംബുലൻസ് സൈറൺ മുഴങ്ങി നീങ്ങി. അപ്പോൾ കണ്ട കാഴ്ച അവിടെ കൂടി നിന്ന കഠിനഹൃദയരായ മനുഷ്യരെ പോലും കരയിച്ചു. ആംബുലൻസിന്റെ പിന്നാലെ നിർത്താതെ ഓടുന്ന 3 നായ്ക്കൾ. ഭൈരവനും ചിരുതയും കുഞ്ഞനും. അവർ കുരയ്ക്കുകയായിരുന്നില്ല, കരയുകയായിരുന്നു. തങ്ങളുടെ അമ്മയെ, തങ്ങളുടെ കുഞ്ഞിനെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞ് അവർ വണ്ടിയുടെ പിന്നാലെ ഓടി. സ്റ്റേഷൻ ഗേറ്റ് കടന്ന് വണ്ടി മെയിൻ റോഡിലേക്ക് കയറി വേഗത്തിൽ പോയി. നായ്ക്കൾക്കൊപ്പം എത്താൻ കഴിഞ്ഞില്ല. അവർ റോഡിലെ ടാറിൽ നിന്ന് കിതച്ചു. ഭൈരവൻ ആകാശത്തേക്ക് നോക്കി ദീർഘമായി ഓരിയിട്ടു. അതൊരു വിലാപകാവ്യമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ആ കുഞ്ഞ് വളർന്നു വലുതായിട്ടുണ്ടാകാം. അവൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. പക്ഷെ തൃശൂർ സ്റ്റേഷനിൽ പോയാൽ ഇപ്പോഴും നിങ്ങൾക്കൊരു വയസ്സായ ഒരു നായയെ കാണാം. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ ആ പഴയ സ്ഥലത്ത് ആരോ വരുമെന്ന പ്രതീക്ഷയിൽ അവൻ കാത്തിരിക്കുന്നുണ്ടാകും. മനുഷ്യൻ ക്രൂരതയുടെ പര്യായമായപ്പോൾ സ്നേഹം എന്താണെന്ന് ലോകത്തെ പഠിപ്പിച്ചത് ആ തെരുവു നായ്ക്കളായിരുന്നു. വിശപ്പിനേക്കാൾ വലുതാണ് വിശ്വാസം എന്നവർ തെളിയിച്ചു.